നമസ്കാരം. ഒമാനിൽ എണ്ണക്കപ്പൽ മറിഞ്ഞ് 13 ഇന്ത്യക്കാരെ ഉൾപ്പെടെ 16 ജീവനക്കാരെ കാണാതായി എന്ന് ഒമാൻ സമുദ്ര സുരക്ഷാ കേന്ദ്രം അറിയിച്ചു. പ്രസ്റ്റീജ് ഫാൽക്കൺ എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. ദുഃഖം തുറമുഖത്ത് നിന്ന് 25 നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പൽ മുങ്ങിയത്. ജീവനക്കാരിൽ 13 ഇന്ത്യക്കാരും 3 ശ്രീലങ്കക്കാരും അടക്കം ഏകദേശം 16 പേരുണ്ടായിരുന്നുവെന്ന് ഒമാനി സമുദ്ര സുരക്ഷാ കേന്ദ്രം അറിയിച്ചു. LSEGയുടെ ഷിപ്പിംഗ് ഡാറ്റ അനുസരിച്ച് ഒമാനിലെ പ്രധാന വ്യാവസായിക തുറമുഖമായ ദുഖാമിന് സമീപം യമൻ തുറമുഖമായ ഏദനിലേക്ക് പോവുകയായിരുന്നു കപ്പൽ. 2007 നിർമ്മിച്ച ഈ കപ്പൽ 117 മീറ്റർ നീളമുള്ള എണ്ണ ഉൽപ്പന്ന ടാങ്കറാണ്. മാരിടൈം അധികൃതരുമായി ഏകോപിപ്പിച്ച് ഒമാനി അധികൃതർ തിരച്ചിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കപ്പൽ മുങ്ങി തലകീഴായി തുടരുന്നതായും ഒമാനി കേന്ദ്രം പരാമർശിച്ചു. എന്നാൽ കടലിൽ എണ്ണ ഉൽപ്പന്നങ്ങളോ ചോർന്നോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. നമുക്കറിയാം, ഒമാന്റെ തെക്കു പടിഞ്ഞാറൻ തീരത്താണ് ദുഖം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. കപ്പലിന്റെ വിശദാംശങ്ങൾ പറയുന്നത് 117 മീറ്റർ നീളമുള്ള പ്രസ്റ്റീജ് ഫാൽക്കൺ 2007 നിർമ്മിച്ചതാണ്. ഈ ചെറിയ ടാങ്കറുകൾ സാധാരണയായി ഹ്രസ്വ തീരദേശ യാത്രകൾക്കായി ഉപയോഗിക്കുന്നു. സുരക്ഷിതമായ പ്രവർത്തനങ്ങൾക്ക് അവയുടെ സ്ഥിരത നിർണായകമാകുന്നു. ഈ സംഭവത്തിലേക്ക് നയിച്ചത് എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ അധികാരികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കൂടുതൽ സുരക്ഷാ പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കപ്പൽ തലകീഴായി മുങ്ങിയത് കൂടുതൽ ആശങ്കകൾക്ക് വഴിവെക്കുന്നു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്.